ശബരിമല സന്നിധാനത്തെ ഭക്തജന തിരക്ക് തുടരുന്നു. RAF സംഘം സന്നിധാനത്തെത്തി. അതേസമയം തീർത്ഥാടന മുന്നൊരുക്കങ്ങളിലുണ്ടായ വീഴ്ച ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. ഇന്ന് രാവിലെ 10:30 പമ്പയിലാണ് യോഗം. തിരക്ക് നിയന്ത്രണം യോഗത്തിൽ ചർച്ചയാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ, മറ്റു ഭാരവാഹികൾ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ, പമ്പയിൽ നിന്ന് മിഥുൻ മുരളി ഒപ്പം ചേരും. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക് പോകാം. അരുൺ, സ്വാമി ശരണം. വീണ്ടും സന്നിധാനത്ത് അയ്യൻ്റെ തിരുനടയിൽ രാവിലെ കുളിച്ചു കുറിതൊട്ട് ഭക്തി നിർഭരമായി നിൽക്കുകയാണ്. അരുൺ, ഇപ്പോൾ തിരക്കുണ്ട് എന്ന് വ്യക്തമാണ്, എങ്കിലും ആദ്യ ദിവസങ്ങളിലേതുപോലെ ഇല്ല അല്ലേ? തീർച്ചയായും ഇനി ആദ്യ ദിവസങ്ങളിലെ പോലെ ആ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ആഗ്രഹിക്കാൻ. അല്ല അരുണെ, ഞാൻ ഈ തിരക്ക് ആദ്യ ദിവസങ്ങളിലെ പോലെ ഇല്ല എന്നല്ല പറഞ്ഞ. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം അവിടെ ഉണ്ടെന്നറിയാം. ഈ നിലയ്ക്കൽ നിയന്ത്രിക്കുന്നത് കൊണ്ട് സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ആദ്യ ദിവസങ്ങളിലെ പോലെ തിരക്കിനി ഉണ്ടാകരുതെന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന. എന്തായാലും തിരക്കുണ്ട്. അത് സന്നിധാനത്ത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും അതോടൊപ്പം തന്നെ ഈ കൃത്യമായി തന്നെ മണ്ഡല പൂജാ സമയത്തും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കാത്തതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാകാം, പക്ഷേ അത് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനങ്ങളുടെ ഏറ്റവും ദുഃഖകരമായുള്ള പാളിച്ചയാണ് അത് എടുത്തു പറയേണ്ടത്. എന്തായാലും ആ ഒരു സംഭവ വികാസങ്ങൾക്ക് ശേഷം കൃത്യമായി തന്നെ തിരക്ക് നിയന്ത്രിച്ചു പോകുന്നു. ഭക്തജന തിരക്കുണ്ട്. ശരാശരി 80,000-ഓളം ഭക്തർ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. നിലവിൽ ഇന്നും ഇത്തരത്തിൽ 80,000-ഓളം ഭക്തർ എത്താനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള മുൻകരുതൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അന്നുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മളെയൊക്കെ തന്നെ വേദനിപ്പിച്ചതാണ്. ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് അവലോകന യോഗം. ഹൈക്കോടതി കൃത്യമായി തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ദേവസ്വം മന്ത്രി സന്നിധാനത്തേക്ക് എത്തി നിലവിലുള്ള സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ പമ്പയിലേക്ക് അദ്ദേഹം പോയി അവിടെ അവലോകന യോഗം നടക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഈ RAF സംഘം കൂടി കേന്ദ്രസേനയെ കൂടി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 140 പേരടങ്ങുന്ന സംഘമാണ് ഇന്നലെ രാത്രിയോടെ എത്തിയത്. എന്തായാലും ഇന്ന് അവർ പൂർണ്ണമായി സജ്ജമാണ് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ. അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയുന്നതാണ്. എന്തായാലും വലിയൊരു സംഘമാണ് കോയമ്പത്തൂരിൽ നിന്നും ഇന്ന് സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അതൊരു ആശ്വാസകരമായ വാർത്തയാണ്. NDRFിൻ്റെയും അതോടൊപ്പം തന്നെ RAFിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. പക്ഷേ അവർക്ക് കത്ത് നൽകുന്നതിൽ വന്ന ഗുരുതരമായ വീഴ്ചയാണ് ആദ്യ ദിവസങ്ങളിൽ അവരെത്താതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തായാലും തിരക്കിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭഗവാന് മുന്നിലുള്ള ആ ഒരു ദൃശ്യമാണ് കാണുന്നത്. എന്തായാലും തിരക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഈ തിരക്ക് ഇപ്പോഴും നിയന്ത്രണ വിധേയമാണ്. അത് കൃത്യമായി തന്നെ ഭക്തർക്ക് ദർശനത്തിനുള്ള സുഖ ദർശനം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നടപ്പന്തലിലടക്കം കൃത്യമായി വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു പരിധി വരെ എത്താൻ കഴിയുമെന്നാണ്. തുടക്കത്തിലുണ്ടായ ആ ഗുരുതരമായ വീഴ്ച, എങ്ങും വെള്ളമില്ലാത്തൊരവസ്ഥ, ഭക്ഷണമില്ലാത്ത അവസ്ഥ, ശൗചാലയങ്ങളില്ലാത്ത അവസ്ഥ, അതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഭക്തരുടെ കണ്ണീര് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ മാറി. എന്തായാലും ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഇനി അത്തരമൊരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ ഒരു ഇടപെടലാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. എന്തായാലും അവലോകന യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഈ അവലോകന യോഗം ഈ വീഴ്ചകളൊക്കെ തന്നെ വന്നതിന് ശേഷം ഭക്തരെ പരമാവധി ബുദ്ധിമുട്ടിച്ചതിന് ശേഷം മാത്രമാണോ ഈ ഒരു നടപടി എന്നുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ തുടക്കത്തിൽ നടത്തേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, അതിൽ വന്ന ഗുരുതരമായുള്ള വീഴ്ച, അതാണ് ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായത്. തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ കൃത്യമായ ഒരു മറുപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചത്. 6 മാസം മുമ്പെങ്കിലും കൃത്യമായി തന്നെ ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തേണ്ടേ? ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒരു ദിവസം എത്തുന്ന സന്നിധാനമാണ്. അവിടേക്ക് കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ, അവർക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ, സുഗമമായ ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതെന്നുള്ള ഒറ്റ ചോദ്യത്തിന് ഉത്തരവില്ലാത്തൊരവസ്ഥയിലേക്കായി. എന്തായാലും ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ
കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കൃത്യമായി ആദ്യ ദിവസങ്ങളിൽ തന്നെ കൃത്യമായി നമ്മൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അതുതന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായി തന്നെ പറയുകയും ചെയ്തത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം പോവുകയാണ്. തിരക്കുണ്ട്, തിരക്ക് നിയന്ത്രണ വിധേയമാണ്. കൃഷ്ണരാജ്, ഞാൻ അരുണിലേക്ക് വരാം. ഇപ്പോൾ മിഥുൻ മുരളി കൂടി പമ്പയിൽ നിന്ന് ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഒടുവിൽ അവലോകന യോഗം ചേരുകയാണ്. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ അവലോകന യോഗം ചേരുന്നതിൽ ഒരു സാധാരണ നടക്കാറുള്ളത് പോലെയാണോ, അതോ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ, രൂക്ഷ വിമർശനമൊക്കെ വന്ന പശ്ചാത്തലത്തിൽ, ഹൈന്ദവ സംഘടനകളുടെ എതിർപ്പുകൾ വന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾ പണം മോഹിച്ച് നടക്കാതെ ഭക്തർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കൂ എന്ന് ആവർത്തിച്ച് എല്ലാവരും പറയുന്നുണ്ട്, അതൊക്കെ പരിഗണിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലോ ഈ അവലോകന യോഗം നടക്കുന്നത്? വൈകിയ വേളയിലാണ് ഈ അവലോകന യോഗം നടക്കുന്നത്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപൊക്കെ അവലോകന യോഗങ്ങൾ ചേരേണ്ടതായിരുന്നു. വിവിധ വകുപ്പുകളുടെ യോഗങ്ങൾ ഒരു 6 മാസം മുമ്പെങ്കിലും ചേർന്ന് തീർത്ഥാടനകാല വിലയിരുത്തലുകൾ നടത്തേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. മുന്നൊരുക്കത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു. കൃഷ്ണരാജ് സൂചിപ്പിച്ചതാണ് ഇന്ന് ഈ അവലോകന യോഗങ്ങൾ ചേരുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു. തിരക്ക് നിയന്ത്രണത്തിൽ പാളിച്ച സംഭവിച്ചിരിക്കുന്നതായി ഹൈക്കോടതി രൂക്ഷ വിമർശനം സർക്കാരിനും ദേവസ്വം ബോർഡിനും മേൽ നടത്തിയിരിക്കുന്നു. മറ്റൊന്ന്, ഹൈന്ദവ സംഘടനകളുടെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധം ഇരമ്പുന്നുണ്ട്. ഭക്തജനങ്ങൾ അടിസ്ഥാന സൗകര്യ ലഭ്യതയിലടക്കം തിരക്ക് നിയന്ത്രണത്തിലടക്കം ഉണ്ടായിരിക്കുന്ന വീഴ്ചയിൽ സംസ്ഥാന സർക്കാരിനെതിരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമായി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഒപ്പം കൃഷ്ണരാജ് സൂചിപ്പിച്ച മറ്റൊരു കാരണം കൂടി, ഈ പണസമാഹരണ കേന്ദ്രം മാത്രമാണോ ശബരിമല എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നു. അടിസ്ഥാന സൗകര്യ ലഭ്യതയിലടക്കം അപര്യാപ്തതകൾ നേരിടുമ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരു വിലയും സർക്കാരും ദേവസ്വം ബോർഡും നൽകുന്നില്ല എന്നുള്ള ഒരു ചോദ്യം. ഈ കാരണത്താലൊക്കെയാണ് ഈ വൈകിയ വേളയിൽ ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം ചേരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, മറ്റ് ദേവസ്വം ഭാരവാഹികൾ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു അവലോകന യോഗമാണ് ഇന്ന് ചേരുന്നത്. പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ കൈകാര്യം ചെയ്യാം, തിരക്ക് നിയന്ത്രണം എങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യാം. ഒപ്പം ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഉത്സവങ്ങൾക്ക് മുന്നൊരുക്കം ഉണ്ടാക്കുന്നത് പോലെയാണോ ശബരിമല പോലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിൽ മുന്നൊരുക്കങ്ങൾ നൽകേണ്ടത് എന്നുള്ള ഹൈക്കോടതിയുടെ വലിയൊരു ചോദ്യമുണ്ട്. ഈ കാര്യത്തിലൊക്കെ വിവിധ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് ഏകോപന പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് നീക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു വിലയിരുത്തലുകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് രാവിലെ 10:30 പമ്പയിൽ ഒരു അവലോകന യോഗം ദേവസ്വം മന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നിർണായകമായിട്ടുള്ള ഒരു യോഗമാകും. ഇനിയുള്ള തിരക്ക് നിയന്ത്രണ ക്രമീകരണം, ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം, തിരക്ക് അനിയന്ത്രിതമായി കൂടി വന്നാൽ അത് ഏത് രീതിയിലായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്, ഭയാനകമായ നേരത്തെ സന്നിധാനത്ത് ഉണ്ടായതുപോലെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകളടക്കം പരാതിയായി ഉയർന്നു വരുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെയുള്ള വിവിധ വകുപ്പുകളുമായി ചേർന്നുകൊണ്ടുള്ള ചർച്ചകൾ, ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ചേരുന്ന അവലോകന യോഗത്തിൽ നിർണായകമായി മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വൈകിയ വേളയിലാണ്. നിലയ്ക്കലിൽ ഭക്തജനങ്ങളെ ഇപ്പോൾ തടയുന്നുണ്ട്. ശബരിമല പാതകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എരുമേലി, പന്തളം, പത്തനംതിട്ടയിലെ വിവിധ ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. നിലയ്ക്കലിൽ ഭക്തജനങ്ങളെ തടയുമ്പോൾ എത്തുന്ന ഭക്തജനങ്ങൾ ഇടത്താവളങ്ങളിലും മറ്റിടങ്ങളിലും കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരും. അതിൽ പ്രധാനം നിലയ്ക്കലാണ്. നിലയ്ക്കലടക്കമുള്ള മേഖലകളിൽ അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലയ്ക്കലിൽ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മുന്നൊരുക്കങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ ചർച്ച ചെയ്തുകൊണ്ട് എന്തൊക്കെ പരിഹാരമാണ് ഇനി ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം ചേരുന്നത്. ഒരു വർഷത്തെ സമയമുണ്ടായിരുന്നു ശബരിമല തീർത്ഥാടനത്തിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ. ഇനി അതും പോരാഞ്ഞിട്ട് ഒരു 6 മാസം മുൻപെങ്കിലും എല്ലാ വകുപ്പുകളെയും ചേർത്തുകൊണ്ട് വിവിധ വകുപ്പുകളെ, അത് പൊതുമരാമത്ത് വകുപ്പ്, പോലീസ് സേന, ആരോഗ്യ വിഭാഗം എന്നിങ്ങനെ വിവിധ വകുപ്പുകളുടെ ഏകോപന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു 6 മാസം മുൻപെങ്കിലും മുന്നൊരുക്ക ചർച്ചകൾ യോഗങ്ങൾ ചേരേണ്ടതായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം വലിയ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. ഈ മുന്നൊരുക്കങ്ങളൊന്നും കൃത്യമായി നടപ്പാക്കാത്തതിൻ്റെ പ്രത്യാഘാതങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്ത് കാണുന്നു. ഭക്തർ ദുരിതം നേരിടുന്നു. അയൽ സംസ്ഥാന ഭക്തജനങ്ങളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരള സർക്കാരിനെതിരെയും ഇടത് ഗവൺമെന്റിനെതിരെയും ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും ശബ്ദമുയർത്തു. ഈ കാര്യങ്ങളൊക്കെയാണ്
ഇനിയുള്ള ഘട്ടത്തിൽ എങ്ങനെ മറികടക്കാം എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഈ അവലോകന യോഗത്തിൽ ചർച്ചയാകുക. ഞാൻ പമ്പയിലാണ് നിൽക്കുന്നത്. നിലയ്ക്കലിലാണ് ഭക്തരെ തടയുന്നത്. ഭക്തജനങ്ങളുടെ പ്രവാഹം പമ്പയിലേക്ക് കൂടുതലായി ഉണ്ടാവാതെ നിലയ്ക്കലിൽ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ് പമ്പയിലെയും സന്നിധാനത്തെയും തിരക്ക് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പമ്പയിൽ സന്നിധാനത്തേക്ക് മല കയറുന്നതിന് വേണ്ടി എത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. ഒപ്പം തന്നെ മല ഇറങ്ങിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ തിരക്കും പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സന്നിധാനത്തെയും പമ്പയിലെയും തിരക്ക് നിയന്ത്രണ വിധേയമായി നിലനിർത്തുന്നതിന് വേണ്ടി പോലീസ് കണ്ടെത്തിയിരിക്കുന്ന മാർഗം നിലയ്ക്കലിൽ ഭക്തജനങ്ങളെ പരമാവധി സമയം കാത്തു നിൽക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക, അതായത് ഭക്തജനങ്ങളെ തടയുക. അതിനുശേഷം പമ്പയിലെയും സന്നിധാനത്തെയും തിരക്ക് നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിൽ നിലയ്ക്കലിൽ നിന്നും ഭക്തജനങ്ങളെ കടത്തിവിടുക. ഈ ഒരു സംവിധാനമാണ് ഇപ്പോൾ തിരക്ക് നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം. ഇനി സന്നിധാനത്തെ തിരക്ക് പോലീസിന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള ഒരു നിർബന്ധം പോലീസിനുണ്ട്. അതുകൊണ്ടാണ് നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നത്, ഭക്തജനങ്ങളെ തടയുന്നത്. എന്തായാലും ഇനിയുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നിലയ്ക്കൽ പോലെയുള്ള പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുമ്പോൾ ഈ സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകളടക്കം വ്യാപകമായി ഉള്ള പശ്ചാത്തലത്തിൽ ഈ ഭാഗങ്ങളിൽ നിന്നും ഇടത്താവളങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പരാതികൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അതൊരുപക്ഷെ ഇന്ന് ചേരുന്ന അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തേക്കും. ഈ വിഷയത്തിലടക്കം എന്ത് പരിഹാരം കണ്ടെത്താനാകും എന്നുള്ളത് നിർണായകമായിട്ടുള്ള ചർച്ചയാകും. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളും ഈ ചർച്ചയിൽ നിർണായകമാകും, ഇന്ന് ചേരുന്ന ചർച്ചയിൽ നിർണായകമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഭക്തജന തിരക്കിന് കുറവില്ല, ഭക്തജന പ്രവാഹമാണ്. ഇന്നലെ നമ്മൾ പുത്തൻപുലരിയിൽ കാണുമ്പോൾ മിഥുൻ സന്നിധാനത്തായിരുന്നു, ഇന്നിപ്പോൾ പമ്പയിലാണ്. ഈ അവലോകന യോഗം കഴിഞ്ഞാൽ വീണ്ടും മല കയറുന്നുണ്ടോ? കൃഷ്ണരാജ് ഒരാഴ്ച സന്നിധാനത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ട അരുൺ കൊടുങ്ങൂരിനൊപ്പം, പ്രിയപ്പെട്ട അരുൺ ചേട്ടനോടൊപ്പം ഒരാഴ്ച സന്നിധാനത്തെ വിശേഷങ്ങളൊക്കെ ജനൻ ടി വിയിലൂടെ പങ്കുവയ്ക്കാൻ, ജനൻ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനൻ ടി വിയുടെ ഒരു റിപ്പോർട്ടറായി സന്നിധാനത്ത് ഉണ്ടാകാൻ കഴിഞ്ഞതിൻ്റെ വലിയ ഒരു സന്തോഷം, ആ സന്തോഷത്തിലാണ് ഇന്ന് മലയിറങ്ങിയത്. ഇനി ഒരിക്കൽ കൂടി പിന്നീട് സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് ജനൻ ടി വിയിൽ നിന്നും റിപ്പോർട്ടർ എന്ന നിലയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ നിർദ്ദേശം. വളരെ സന്തോഷവാനുമാണ്. ഇനി മല കയറി ചെന്ന് പ്രേക്ഷകരിലേക്ക് സന്നിധാനത്തെ വിശേഷങ്ങൾ, ആ അന്തരീക്ഷം എത്തിക്കാൻ. അത് മാത്രമല്ല, ഒരു ദിവസം അവിടെ തങ്ങിയാൽ അത്രയും സന്തോഷമാണ് എല്ലാ ഭക്തർക്കും. കാരണം അത്രമാത്രം സുന്ദരമായ മനസ്സിന് കുളിർമ തരുന്ന ഒരു അന്തരീക്ഷമാണ് സന്നിധാനത്തുള്ളത്. അത് മുൻപൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ളപ്പോൾ മനസ്സിലായിട്ടുള്ളതുമാണ്. അതുകൊണ്ട് മിഥുൻ ഒരാഴ്ചക്കാലം സന്നിധാനത്ത് സജീവമായി നിന്ന് വിഷയങ്ങളൊക്കെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് അരുണിനൊപ്പം മിഥുൻ മുരളിക്കും ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ വീണ്ടും മല കയറാൻ ഇത്തവണ ഒരിക്കൽ കൂടി അവസരം കിട്ടുമെന്ന പ്രതീക്ഷ മിഥുനുണ്ട്. അത് സംഭവിക്കട്ടെ. അരുൺ കൊടുങ്ങൂരിലേക്ക് വീണ്ടും. അരുൺ, നോക്കൂ, അവലോകന യോഗം വരുന്നു. മറ്റൊന്ന്, തിരക്ക് ആദ്യ 3 ദിവസം ഉണ്ടായിരുന്നത്ര ഇല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. എല്ലാം നിയന്ത്രണ വിധേയമാകുന്നു. അതിനൊരു കാരണം നിലയ്ക്കലിൽ ഭക്തരെ തടയുന്നതാണ് കേട്ടോ. എങ്കിലും വിചാരിച്ചാൽ നടത്താവുന്നതേയുള്ളൂ തിരക്ക് നിയന്ത്രണം, സംവിധാനങ്ങൾ ഒരുക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കലൊക്കെ വിചാരിച്ചാൽ നടക്കുമെന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡിന് മനസ്സിലായല്ലോ. അപ്പോൾ സ്വാഭാവികമായും ബോധപൂർവമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് കരുതേണ്ടി വരും. തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം നമ്മൾ ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കൃത്യമായി ഈ ഇടത്താവളങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ നിലയ്ക്കൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പമ്പയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ദേവസ്വം അധികൃതരുടെയും അതോടൊപ്പം തന്നെ മന്ത്രി അടക്കമുള്ള ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചതാണെന്ന് മന്ത്രിയുടെ ഒരു പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു അന്ന് മന്ത്രി സ്വീകരിച്ച, മന്ത്രി വി എൻ വാസവൻ സ്വീകരിച്ച. പക്ഷേ അദ്ദേഹം തന്നെ ഇന്നലെ സന്നിധാനത്തേക്ക് എത്തേണ്ടി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പമ്പയിലെത്തി അവലോകന യോഗം നടത്തേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചോദിച്ച ആ ചോദ്യങ്ങൾ തന്നെയാണ്, അക്കമിട്ട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയും ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യങ്ങൾ തന്നെ അതിന് ഉത്തരം കൊടുക്കാൻ സർക്കാരിന് പറ്റാതായിരിക്കുന്നു. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കും സർക്കാരിന് ഉത്തരം കൊടുക്കാൻ പറ്റാതായിരിക്കുന്നു. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പമ്പയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലും നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല.
ശാസ്ത്രീയമായ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അവർക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണം എത്തിക്കുന്നതിനുള്ള സംവിധാനം. ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം ബിസ്ക്കറ്റ് മാത്രമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശൗചാലയങ്ങളുടെ ഒരു അപര്യാപ്തത, അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സന്നിധാനത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഈ വരുന്ന ഭക്തർക്കൊക്കെ തന്നെ അത് വലിയ വെല്ലുവിളിയും ബുദ്ധിമുട്ടും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ആദ്യ പ്രതികരണങ്ങളിലൊക്കെ തന്നെ നമ്മൾ അത് കൃത്യമായി തന്നെ കാണുകയും ചെയ്തതാണ്. എന്തായാലും ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ അത് കൃത്യമായി തന്നെ ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തായാലും ഉത്തരം നൽകാതിരിക്കാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും കഴിയുന്നില്ല. എന്തായാലും ഇന്നത്തെ ഒരു അവലോകന യോഗത്തിൽ ഇതിനുള്ള ഉത്തരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് ഇത്ര വൈകിപ്പോയി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അതൊന്നും തന്നെ ഇതിന് പ്രശ്നമല്ല. പക്ഷേ ഇതിനു മുമ്പും 6 മാസം മുമ്പെങ്കിലും ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടേ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഹൈക്കോടതി ചോദിച്ചോടെ ആ വാദങ്ങളൊക്കെ തന്നെ അവിടെ പൊളിയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും തിരക്ക് കൃത്യമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൃഷ്ണരാജ, ശരി. സന്നിധാനത്ത് ഭക്തജന തിരക്കുണ്ട്. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ ഇതിനോട് സമാനമായ നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു തിരക്കല്ല അവിടെ ഉള്ളത്. ഏതായാലും പമ്പയിൽ നല്ല തിരക്കുണ്ടെന്ന് മിഥുൻ മുരളി റിപ്പോർട്ട് ചെയ്തു. അവലോകന യോഗം ഇന്ന് പമ്പയിൽ ചേരുകയാണ്. വിവരം നൽകുകയായിരുന്നു പമ്പയിൽ നിന്ന് മിഥുൻ മുരളിയും സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും.